ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നിപ്പോ ഞാൻ എന്റെ വീട്ടിലുള്ളേ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സ്ഥലം വരെ പോവുകയാണ്. ബ്രൈറ്റ്നസ് കുറച്ച് കുറഞ്ഞ് ഇവിടെ ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. ഞാൻ കാണിച്ചത് ഞാൻ ഇവിടെ അടുത്താണെങ്കിൽ കൂടി ഞാൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ. കല്യാണത്തിന്റെ മുന്നേ ഒരു വട്ടം അല്ലാണ്ട് കൂടെ പോയി, അല്ല ഞാൻ പോയില്ല. അപ്പൊ ഞാൻ ഇന്ന് പോയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. പോണാ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഹായ്. അപ്പോൾ എന്നിട്ടാണ് കുട്ടമ്പിള്ള സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് മെല്ലെ ഇറങ്ങി നടക്കുക. ഇതൊരു 4 ബോട്ട് വഴിയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കയറാറുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് കയറുന്നില്ല. ചില ദിവസം കയറില്ല. നടന്ന് മുന്നോട്ട് പോയി അവിടെ നിന്ന് കയറും. അങ്ങനെ ഒമ്പതായിരുന്നു പോയി കഴിഞ്ഞാൽ നേരെ പാലായിലെത്തി. ഇതിപ്പോൾ അത്താണിയിലേക്ക് പോണ റോഡാണേ. നമ്മൾ അത്താണിന്ന് ഇങ്ങനെ വലത്തോട്ടുള്ള റോഡിന് തിരിഞ്ഞിട്ട് നേരെ പോവുക. അപ്പോൾ ഗൈസ്, ഇതാണ് ഹൈലൈറ്റ് മാള്. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് വരുന്നത്. പോയി നോക്കട്ടെ എന്തൊക്കെയാണ്. വെറുതെ ഒരു വിസിറ്റിംഗ്. നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മളൊന്ന് പോയി നോക്കണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ നമ്മളൊന്ന് അറിയട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതാ ഹൈലൈറ്റ് മാളിൽ എത്തിയിരിക്കുകയാണ്. നല്ല രസമാണ് ഇവിടെ വരാൻ, ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ. അപ്പോൾ അതാ ഞങ്ങളിതാ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നു. പോയോക്കട്ടെ ഉള്ളിൽ. പുറമെ ബാക്കിൽ വണ്ടിയൊക്കെ വരുന്നുണ്ട്. തട്ടി മാറ്റി വണ്ടി പോകും. ചെറിയ എന്തോ പ്രശ്നം, മൊത്തം പ്രശ്നം തന്നെ, ചെറുതും വലുതൊന്നുമില്ല. ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ടിനെ കണ്ടിനെ, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓ ഇവിടെ മൈജിൽ വർക്ക് ചെയ്യാം. കാറുകളൊക്കെ ഇങ്ങനെ മക്കൾക്ക് പോകാനൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതാ എന്നിട്ടും കയറുന്ന. ഇപ്പൊ ഞാനും കയറട്ടെ. എനിക്ക് വരുന്നേ. ഗെയിമിന്റെ സ്ഥലമാണ് മക്കളെ. എന്നിട്ട് അവിടെ നോക്കിക്കുന്നു. എന്താ നോക്കുന്നേ? എന്താ നോക്കുന്നു? ഏതോ പെണ്ണുങ്ങളെയാ. ഇനി ഏതോ പെണ്ണുങ്ങൾ വാങ്ങി നോക്കിയേക്ക്. ഇങ്ങോട്ട് വാ. നമ്മള് ഫുഡ് എന്തെങ്കിലും കഴിക്കാന്നുള്ളതിലാണ് നിൽക്കുന്നത്. എന്നിട്ട് അവിടെ കൂടെ ഇലയൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട്. ആ പ്ലാസ്റ്റിക് ആണ്. ഇതൊക്കെ ഗെയിമിന്റെ സ്ഥലങ്ങളാണ്. പക്ഷെ തീരെ തിരക്കില്ല കേട്ടോ. ഭയങ്കര പൊട്ടിക്ക്. നാളും തിരക്കൊന്നുമില്ല കേട്ടോ. പണ്ടത്തെ ഒരു വൈബൊന്നും ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല. രാത്രിയായിട്ടേക്കും ഫുഡ് കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് അവരുടെ മറ്റേ ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ ചെന്ന് നോക്കിയ സമയത്ത് അവിടുത്തെ റേറ്റും എൻ്റെ ഉള്ളിലെ തട്ടിട്ടാണ്ടേ എൻ്റെ ഉള്ളിലെ പിഷ്കത്തരും ഒരിക്കലും ഒന്നിക്കില്ല ഗൈസ്. അമ്മമാര് വിലയാ. എനിക്ക് നല്ല പുറത്തുനിന്ന് എനിക്ക് നല്ല ഫുഡ് കിട്ടും അല്ലേ. ടേസ്റ്റിനുള്ള കുതിർന്ന് കാട്ടു. കമ്മലിൻ്റെ കളക്ഷൻസ്, മാല കളക്ഷൻസ്, ആഹാ വെറൈറ്റി. പിന്നെന്താ ഉണ്ടാ ഭക്ഷണമൊക്കെ നല്ല ഫുഡ്, ടേസ്റ്റി ഫുഡൊക്കെ കഴിക്കും. പക്ഷെ എനിക്ക് പിഷ്കത്തറ കേട്ടോ. ഭയങ്കര പൈസ. ഷവർമ്മക്ക് 216 രൂപയെ. ഞാൻ പറയാം ഇതിൻ്റെ നല്ല ഷവർമ്മക്ക് വാങ്ങിത്തന്നെ പിടിച്ച് വെച്ച് കൂട്ടിക്കൊണ്ടുവന്നതാ. അതിനാ വീഡിയോ ഒക്കെ എടുക്കണം. ഞാൻ ഈ ചെറിയ മക്കളെ പോലെ എൻ്റെ കയ്യും പിടിച്ച് വെച്ചിട്ട് എനിക്കത് വേണോ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുകയും എനിക്കോ വിചാരിച്ചു വന്നത്. പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ അങ്ങനെ? എൻ്റെ കൈ ഗൈസ്. നെസ്റ്റോ എല്ലാവരും പർച്ചേസിങ്ങിലാണ്. നമ്മൾ തിരിച്ച് പോവുകയാണ്. നമുക്കിവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടന്ന് നമ്മൾ പോവാം. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. 2-3 ആൾക്കാരൊക്കെ എവിടെയോ കണ്ടിരിക്കുന്നല്ലോ. യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടോ. ഭയങ്കര സന്തോഷം. ചെറിയ ചാനലാണെങ്കിലും ആൾക്കാരെ അറിയുന്നുണ്ടല്ലോ. 1
അങ്ങനെ കുട്ടികൾക്ക് പോവാനുള്ള വണ്ടി. അപ്പം നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്ന് നമുക്ക് മെനു കാർഡൊക്കെ നോക്കട്ടെ. അപ്പോൾ അതിനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാം. അതിൽ കുറേ ഫുഡ് സ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങുകയാണ്. എന്തൊക്കെ വാങ്ങിയാലോ വീട്ടിൽ പോയിട്ട് കാണിച്ചു, നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കാമല്ലോ. വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു ഫുഡ് കിട്ടി, അന്നാണ്ട് ഫുഡ് കിട്ടി, ഇനി നമ്മളത് കിട്ടാണ്ട് കിട്ടി. നമ്മൾ ഫുഡ് വാങ്ങിയത് MR കോക്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് വാങ്ങിയത്. എന്നിട്ട് രാത്രി പോവാണെങ്കിൽ ഉറക്ക പാട്ടൊക്കെ പാടി ചിൽ ചെയ്തിട്ടാ പോവാ. ഒരു നുറുങ്ങിന്റെ അല്ല പറഞ്ഞുതരാം. താക്കോലെടുക്കാൻ മറന്ന് ആൾക്കാരേക്ക് നമുക്ക് ഭ്രാന്താണ് മറന്നിട്ട്. അപ്പൊ ഗൈസ് ഞങ്ങളിതാ വീട്ടിലെത്താനായി. നിങ്ങൾ താക്കോലൊക്കെ എടുത്ത് മറന്നു വരും കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളിതാ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. അച്ഛൻ ദാ TV കാണുന്നു ഗൈസ്. നമ്മളെ ഇന്നത്തെ ഐറ്റംസുകളൊക്കെ ഷവർമയും എന്താ ഫ്രൈഡ് ചിക്കനും. അപ്പോൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ എന്താ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ.